ഒരു കപ്പലണ്ടി മുട്ട ഉണ്ടാക്കാൻ നോക്കിയതാ, ശരിയായില്ല. പരത്തിയിട്ട് കൂട്ടുകാരെ, ഇത് എന്റെ കപ്പലണ്ടി മിഠായി നെഗിരിയായി പോയി. ഇതെന്താ പറ്റിയെന്ന് നിങ്ങളൊന്ന് പറയാവോ? എടി ഒരു ചായ എടുത്തേ. ഇത് ഉറക്കമാണോ അതോ ഉറക്കം അഭിനയിക്കുന്നതാണോ? നോക്കാം. എന്റെ അടുത്ത കളി. ചായ മഴക്കാർ വെക്കണ്ടല്ലോ, മഴ പെയ്യോ? ഈ കാപ്പി മാത്രമല്ലോ, ഇതിന്റെ കൂടെ കഴിക്കാനൊന്നുമില്ലേ? ആ കപ്പിന്റെ വക്ക് അടിച്ചാ മതി, ഇവിടെ ഒന്നും ഉപ്പില്ല. എനിക്കറിയാം, അതാ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. കപ്പലണ്ടി ഇരിപ്പുണ്ട്. കപ്പലണ്ടി വെച്ചൊരു മിഠായി ഉണ്ട്, കപ്പലണ്ടി മിഠായി ഇല്ല, അതാണ് കഴിച്ചാലോ? അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാം. അറിയാമോ? ആൾക്കാർ നമുക്ക് റെഡിയാക്കാം. എന്നാ നോക്കട്ടെ, കാണട്ടെ. പൊക്കം വണ്ടി വിട്ടോ. എന്ത് കാണിക്കുന്നുണ്ടോ നോക്കാം. ഇത് വറുത്ത കപ്പലണ്ടിയാണ്, എന്നാലും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് 1/4 കിലോ കപ്പലണ്ടിയാണുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് കപ്പലണ്ടിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഈ ശർക്കര ഞങ്ങള് മറയൂര് പോയപ്പോ അവിടെ നിന്ന് മേടിച്ചതാട്ടോ. നമുക്ക് ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്കത് റെഡിയായി കഴിയുമ്പോ പരത്താനുള്ള പാത്രം കുറച്ച് നെയ്യ് പുരട്ടി റെഡിയാക്കി വെക്കാം. പാത്രം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഉരുകിയത് എന്തായി നോക്കാം. നമ്മുടെ ശർക്കര പാകമായോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ബൗളിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് 2 തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടയ്ക്ക് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഒരു വരത്തലും ഫ്ലോപ്പായെന്നോ ഇത് പരത്തിയിട്ട് കൂട്ടുകാരെ, ഇത് എന്റെ കപ്പലണ്ടി മിഠായി നെഗിരിയായി പോയി. ഇതെന്താ പറ്റിയെന്ന് നിങ്ങളൊന്ന് പറയാവോ?